ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നൊരു അടാറ് കോംബോ സെറ്റ് ചെയ്താലോ. അതിന് വേണ്ടിയിട്ട് കുറച്ചധികം ചെറിയുള്ളി, കുറച്ചധികം വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, പിന്നെ നന്നായിട്ട് ഇഞ്ചി എല്ലാം ചതച്ച് നന്നായിട്ട് വയ്ക്കുക. എന്നിട്ട് കപ്പ വൃത്തിയാക്കി വയ്ക്കുക. അതിനുശേഷം മത്തി കപ്പ കോംബോ വേറെ ലെവലാണ്. അതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്ന എല്ലാം നല്ല വെളിച്ചെണ്ണയിലേക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഒരു ജാറിൽ കുറച്ചധികം കുരുമുളക് പൊടിച്ചെടുക്കുക. എന്നിട്ട് മൂത്ത് വന്നതിലേക്ക് ആ കുരുമുളക് തട്ടി കൊടുത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നല്ല കറി വയ്ക്കുന്ന കറിപ്പുളി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ മത്തിക്കുട്ടന്മാരെല്ലാം അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മത്തി ഒന്ന് വെന്ത് വരുന്ന പരുവത്തിൽ അതിൻ്റെ മുള്ള് നന്നായിട്ടൊന്ന് നീക്കം ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചീനി നല്ല രീതിയിൽ വേറെ വേവിച്ചെടുക്കാം. ഉപ്പ് ചേർത്ത് വേവിച്ച് നന്നായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ചീനിയൊക്കെ നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ട് മുള്ള് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മത്തിയിലേക്ക് ഇട്ട് കൊടുക്കണം. അടാർ ഐറ്റമാണ്. ഇതെല്ലാ രീതിയിലൊന്നും ഉണ്ടാക്കി വെക്കണം. അടിപൊളിയാണ് കേട്ടോ. മത്തിയും ചീനി ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് മിസ് ചെയ്യാത്തൊരു ഐറ്റമാണ്. അപ്പോൾ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ്